കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങൾ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് നയഗ്ര പോവാന്ന് വിചാരിക്കുകയാണ്. അതെ, ടൈം ഉണ്ടെങ്കിൽ നമ്മൾ ടൊറന്റോയിലുള്ള അക്വേറിയത്തിലും പോകും. അപ്പോൾ ഇപ്പം നമ്മൾ നയഗ്രയിലോട്ടാണ് പോകുന്നത്. നമ്മളിപ്പോൾ സാൻഡ്രേനെ വിളിക്കാൻ പോവുകയാണ്. സാൻഡ്ര ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സാൻഡ്രയുടെ ഫ്രണ്ട്സും ചിലപ്പോൾ കാണും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ നയഗ്രയിലോട്ട് വിടുവാണ്. എന്താ, സാൻഡ്രയും മാനവും ചിമ്ടിയും ഞങ്ങൾ ഇത്രയും പേരാണ് പോകാൻ പോകുന്നത്. ചിമ്ടി ഞങ്ങളുടെ ഹിന്ദി സോങ്സും മലയാളം സോങ്സും ഒക്കെ കേട്ട് ഉറങ്ങി. ഇതാണ് മാനവ്, സാൻഡ്ര അറിയാമല്ലോ. പിന്നെ ഇതാണ് ചിമ്ടി. ഇപ്പോൾ ഞങ്ങൾ നേരെ നയഗ്രയിലോട്ട് വിടുകയാണ്. ഞങ്ങളൊരു ഉച്ചയായപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇറങ്ങിയത്. അപ്പൊ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ലേറ്റ് ആയിരുന്നു. ഇത് നയഗ്രയുള്ളൊരു കഫേ ആണ്. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് വിചാരിച്ചു ഇവിടെ കയറി എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടെ കയറി ഫുഡൊക്കെ അടിച്ച് നമ്മൾ നേരെ നയഗ്രയിലോട്ട് പോവാണ്. ആക്ച്വലി ഇത് നയഗ്ര സിറ്റിയിലുള്ള ഒരു കഫേ ആണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയപ്പോൾ ഈ കഫേയുടെ തൊട്ട് മുന്നില് കുറെ വിന്റേജ് കാറിന്റെ എക്സിബിഷൻ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ പിന്നെ ഞങ്ങൾ അതും കൂടി ഇറങ്ങി കാണുകയാണ്. ഒത്തിരി പഴയ കാറുകളുടെ കളക്ഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ കണ്ടായിരുന്നു. ഇതിന്റെ അകത്തെ എൻജിന്റെ ഒക്കെ ഇത് ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല, ഇങ്ങനത്തെ എൻജിനൊന്നും. അപ്പോ നല്ല കുറെ കളക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇത് ഞങ്ങൾ ഇവിടെ പ്രത്യേകം കണ്ട ഒരു പ്രത്യേകതരം കാരവൻ പോലുള്ള ഒരു വാനായിരുന്നു. ഇതിന് എന്തൊക്കെയോ അവാർഡും മറ്റുമൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തിന്റെ അവാർഡായിരുന്നു അത്? ഓക്കെ, കാനഡ ഡേ കാർ ഷോയ്ക്ക് കിട്ടിയ എന്തോ ഒരു അവാർഡാണ്. പിന്നെ ഇതിന്റെ ഒരു ഫുൾ വ്യൂ ആണ് ഇനി കാണാൻ പോകുന്നത്. ഇങ്ങനെ കുറെ കാർ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോഴും ഓരോരുത്തര് ഈ വിന്റേജ് കാർസ് ഉള്ളവരൊക്കെ എക്സിബിഷന് കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു കാർസ്. അതെ, ഈ ഓപ്പോസിറ്റ് ഉള്ള റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോയത് ആക്ച്വലി. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഇനി നേരെ എത്തിയിട്ടുണ്ട് നയഗ്ര. നമ്മൾ ഇവിടെ പാർക്കിംഗ് പാസ് എടുക്കണം. $35 എങ്ങാണ്ടുമായിരുന്നു എടുത്തപ്പോൾ. അങ്ങനെ ഞങ്ങൾ നേരെ നയഗ്ര എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ സെക്കൻഡ് ടൈം വിസിറ്റ് ആണ് ഇവിടെ നയഗ്രയിൽ. പിന്നെ അവിടെ ബ്രിഡ്ജ് ഒക്കെ ഉണ്ട്, നമുക്ക് അപ്പുറത്ത് ബോർഡർ ഷെയർ ചെയ്യുന്ന ബ്രിഡ്ജ്. പിന്നെ ഞങ്ങൾ ആദ്യം പോയത് നയഗ്ര ക്രൂസ് എക്സ്പീരിയൻസ് ചെയ്യാനാണ്. ഞങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല നയഗ്ര ക്രൂസ്. അപ്പോ സാൻഡ്ര ചെയ്തിട്ടുണ്ട്, ബാക്കി ഞങ്ങൾ ആരും ചെയ്തിട്ടില്ല. അതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ മെയിൻ ഉദ്ദേശം ഇവിടെ വന്നതിന്റെ. അപ്പോ ഞങ്ങളതേ നേരെ അങ്ങോട്ട് പോവാണ്. അപ്പൊ നമ്മൾ മുകളിൽ നിന്ന് പാസ് എടുത്ത് താഴോട്ട് ഒരു റാമ്പ് പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ലെഫ്റ്റിൽ കയറി പിന്നെയും താഴോട്ട് പോവും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ക്രൂസിലോട്ട് പോകുന്നതിൻ്റെ ഇത്, അതായത് വഴി. പിന്നെ ഒരു ടണൽ പോലുള്ള ഒരു സംഭവത്തിൽ കൂടി നമ്മൾ ബോർഡിങ് ഏരിയയിലോട്ട് പോകും. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ലെഫ്റ്റിൽ നിന്ന് ഇറങ്ങി നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. നമ്മൾ ആ ടണൽ വഴി നേരെ ഇറങ്ങുമ്പോഴേക്കും ഇതാണ് നമ്മൾ പോകുന്ന വഴി. അപ്പൊ ഇവിടെ നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോസ് ഒക്കെ എടുക്കാം. പിന്നെ അതായത് അവരൊരു യെല്ലോ കളർ പേപ്പറിൽ നമ്മുടെ നമ്പറും കാണും.
എത്രാമതാണ് നമ്മൾ ഫോട്ടോ എടുത്തതെന്നുള്ളത്. അത് വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ പേ ചെയ്ത് ഫോട്ടോ മേടിക്കാം. അപ്പോൾ അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ ദേ ഇതാണ് നമ്മൾ നേരെ ഇറങ്ങി വരുമ്പോഴുള്ള നമ്മുടെ വ്യൂ ഇതാണ്. അപ്പൊ നമുക്ക് അപ്പുറത്തെ സൈഡ് US-ന്റെ ക്രൂസ് ഷിപ്പും ഇപ്പുറത്തെ സൈഡ് കാനഡയുടെയാണ്. നമുക്ക് റെഡ് കളർ ഇത് ഒരു റെയിൻകോട്ട് പോലത്തെ സംഭവമാണ്. അപ്പുറത്തെ US-ന് ബ്ലൂ കളറാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ വാങ്ങുകയാണ്. ഇതൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ജസ്റ്റ് നമ്മൾ ആ നയഗ്രയുടെ അങ്ങ് അറ്റത്ത് എത്തുമ്പോഴേക്കും നമ്മൾ എന്തായാലും നനയും. അപ്പൊ നനയാതിരിക്കാൻ വേണ്ടി നമ്മുടെ ടിക്കറ്റിന്റെ കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പൊ ദേ ഈ കിടക്കുന്ന ക്രൂസിലാണ് നമ്മൾ പോകുന്നത്. ഞാൻ അങ്ങനെ വളരെ ഗംഭീരമായിട്ട് ഞങ്ങളുടെ ക്രൂസ് ഷിപ്പിന്റെ എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ നയഗ്ര സിറ്റിയുടെ അടുത്തോട്ട് പോവുകയാണ്. അവിടെ സ്ട്രീറ്റിൽ കുറേ സംഭവങ്ങളുണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് സ്കൈ വീലാണ് നേരത്തെ കണ്ടത്. ഞങ്ങൾ അതിൽ ഓൾറെഡി കയറിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അതിലോട്ട് പോയില്ല. ഞങ്ങൾ പിന്നെ പുതിയതായിട്ട് എക്സ്പീരിയൻസ് ചെയ്തത് ഇവിടുത്തെ ഗോ കാർട്ടിംഗ് ആണ്. അപ്പോൾ അങ്ങോട്ടാണ് ശരിക്കും ഞങ്ങൾ ഈ പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങള് ഇവിടെ എന്താ എക്സ്പീരിയൻസ് ചെയ്ത ഇത്തവണ പിന്നെ ഞങ്ങൾ ഹോണ്ടഡ് ഒരു ഹൗസ് പോലത്തെ ഒരു ഇതും എക്സ്പീരിയൻസ് ചെയ്തു. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോ എന്താ നമുക്ക് നേരെ ഗോ കാർട്ടിങ് ചെയ്യാൻ പോവാണ്. പക്ഷെ അങ്ങോട്ട് ഗോ കാർട്ടിങ് ചെയ്തതിന്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നമ്മള് ഷടപടേ എന്ന് തീരുമാനിച്ച് പോയതാണ്. ഇതാണ് ഗോ കാർട്ടിങ്ങിന്റെ സ്ഥലം. ഡ്രൈവറിന് $17 അങ്ങനെ എങ്ങാണ്ടോ ആണ്. അപ്പൊ ഞാൻ പാസഞ്ചർ ആയിക്കോളാം എന്ന് പറഞ്ഞു പോയതാ. എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോയപ്പോഴേക്കും കുഞ്ഞു കുഞ്ഞു കുട്ടികൾ വരെ കയറി പോകുന്നു. അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എങ്കിൽ ഞാനും ട്രൈ ചെയ്യാം ആദ്യമായിട്ടല്ലേ എന്ന്. പക്ഷെ എന്താ നമുക്ക് എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റും എന്തേ കണ്ടില്ലേ, കുട്ടി കുട്ടി പിള്ളേരൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഇവർക്കൊന്നും പേടിയില്ല നിൽക്കുമ്പോൾ ഞാൻ ഇത്രയും വളർന്ന് മുതുക്കിയായിട്ട് പേടിച്ച് നിൽക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി ഇത്. അപ്പോൾ നയഗ്ര പോകുന്നവർ ഉറപ്പായിട്ടും ഗോ കാർട്ടിങ് ട്രൈ ചെയ്യണം എന്നേ ഞാൻ പറയത്തുള്ളൂ. എന്താ അപ്പോൾ അവർ തന്നെ നമുക്ക് ഈ ഹെൽമെറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ടിക്കറ്റിന്റെ കൂടെ. അപ്പോൾ നമ്മുടെ തലയുടെ സൈസ് അനുസരിച്ച് നമുക്ക് ഹെൽമെറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്താ സ്മോൾ, മീഡിയം, ലാർജ്, XL അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് സ്റ്റാർട്ടിങ് ഏരിയ. ഇവരുടെ ഒരു ബാച്ച് കഴിഞ്ഞിട്ട് അടുത്ത ബാച്ചിലാണ് നമ്മൾ കയറിയത്. പക്ഷേ എന്താ ഒരു എക്സൈറ്റ്മെന്റിൽ സത്യം പറയുകയാണെങ്കിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഈ കയറി ഇരുന്നപ്പോൾ എടുത്ത വീഡിയോ മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് നമ്മൾ തിരിച്ച് എത്തിയിട്ടുള്ള ഒരു ക്ലിപ്പ് കൂടിയേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ മറന്നേ പോയി. ഭയങ്കരമായിട്ട് ത്രിൽഡ് ആയിരുന്നു.
അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും പോകുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇതുവരെ ചെയ്യാത്തവർക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ കണ്ടതാണ് ഈ അപ്സൈഡ് ഡൗൺ ഹൗസ്. ഇതെനിക്ക് കാനഡയിലാണെന്ന് അറിയായിരുന്നു, പക്ഷേ നയഗ്ര ആണെന്ന് അറിയത്തില്ലായിരുന്നു. ആഹ് ഈ സൈഡിലോട്ടൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഹോണ്ടഡ് ഹൗസിൽ പോയിരുന്നു എന്ന്, അതാണ് ഈ പോകുന്നത്. ആഹ് ഇവിടെ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എത്രയായിരുന്നു എന്ന്, $30 എത്രയോ ആയിരുന്നു. എത്രയായിരുന്നു എന്ന് ഞാൻ മറന്നുപോയി. 35 ഇടയ്ക്ക് എന്തോ ആണ് റേറ്റ് വരുന്നത്. പിന്നെ ലൈവ് പെർഫോം ചെയ്യുന്ന ആൾക്കാർ ഉണ്ടായിരുന്നു. അതായത് ഇതിപ്പോ ഫുൾ മറ്റേ അവർ ഉണ്ടാക്കി വെച്ചേക്കുന്ന സംഭവങ്ങളല്ലേ, പക്ഷെ ലൈവായിട്ട് അതേപോലെ ഡ്രസ്സ് ചെയ്ത് ഹൊറർ ലുക്കിൽ ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുടെ ഹോണ്ടഡ് ഏരിയ, ഐ മീൻ ഹോണ്ടഡ് ഹൗസ് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് നമ്മൾ പോയില്ല. നമ്മൾ ആദ്യം കണ്ടത് ഇതായതുകൊണ്ട് ഇതിലോട്ട് പോയതാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് നയഗ്രയുടെ ഫയർ വർക്ക്സ് എക്സ്പീരിയൻസ് ചെയ്യാനാണ്. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളുടെ പ്ലാനിൽ ആക്ച്വലി ഇല്ലായിരുന്നു. ഞങ്ങൾ വെറുതെ വീട്ടിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ സാൻഡ്ര വിളിച്ചപ്പോൾ നയഗ്ര പോയാലോ എന്ന് ചോദിച്ച് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് ഫയർ വർക്ക്സ് കൂടി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഫയർ വർക്ക്സ് ഞങ്ങൾ കാണാൻ നിൽക്കാൻ കാരണം ജിബുചേട്ടനാണ്. അപ്പോൾ ജിബുചേട്ടനൊക്കെ കിച്ചണറിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ജിബുചേട്ടനും കുറച്ച് എനിക്ക് തോന്നുന്നു കുറച്ച് ജിബുചേട്ടൻ്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ഇവിടെ വന്ന് ഫയർ വർക്ക്സ് കണ്ട് തിരിച്ചു പോയി. നല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്ലാൻ ചെയ്ത് പോവുക, അൺപ്ലാൻ ട്രിപ്സ് എപ്പോഴും ഭയങ്കര നല്ല. എനിക്കെപ്പോഴും പേഴ്സണലി അൺപ്ലാൻ ട്രിപ്സ് ആണ് ഭയങ്കര നല്ലതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇത് രാത്രി ആകുമ്പോൾ ഇവർ നയഗ്ര വാട്ടർഫോൾസിലെ കളറൊക്കെ കാണാൻ പറ്റും. അതായത് ലൈറ്റ്സ് കാണാൻ പറ്റും, കളറ് കാണാൻ പറ്റും, സോറി. പിന്നെ ഇതാണ് ഫയർ വർക്ക്സ്. അപ്പോൾ ഭയങ്കര നല്ലൊരു ദിവസമായിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.